സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവ മഹാമകം 2026 മാർച്ച് 24 മുതൽ 30 വരെ വിശിഷ്ടമായ പൂജകളോടും വിവിധ കലാപരിപാടികളോടും കൂടി ഭക്തിയാദര പുരസ്കാരം ആഘോഷിക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ നടയിൽ സജ്ജീകരിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലായി വിപുലമായ പരിപാടികളാണ് ട്രസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം കരിക്കേത്തമ്മ പുരസ്കാര സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടക്കുന്നതാണ്. കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഭാവന നിർവഹിക്കുന്നതാണ്. ഈ വർഷത്തെ കരിക്കേത്തമ്മ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീമാൻ ശ്രീകുമാരൻ തമ്പി സാർ അവറുകൾക്ക് നൽകുവാൻ ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര മെയിൻ സ്റ്റേജിൽ വിപുലമായ പരിപാടികൾ ട്രസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം പഴമയുടെ പെരുമഴക്കാലം എന്ന പഴയ പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമേളയും, രണ്ടാമത്തെ ദിവസം പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന മധുരോത്സവം എന്ന പ്രശസ്തമായ പരിപാടിയും, മൂന്നാം ഉത്സവ ദിവസം ക്ഷേത്ര നടപ്പന്തലിൽ പ്രശസ്ത മേളപ്രമാണി ശ്രീമാൻ ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിൽ 50-പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരി മേളവും ഉണ്ടായിരിക്കുന്നതാണ്. 27-ാം തീയതി 4ാം ഉത്സവ ദിവസം മെയിൻ സ്റ്റേജിൽ ഹരിശങ്കർ നയിക്കുന്ന ബാൻഡ് ഷോയും വയലിൻ വിസ്മയം ഗംഗാ ശശിധരൻ നയിക്കുന്ന വയലിൻ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്ര കലാപരിപാടികളെ കൂടാതെ 28, 29 തീയതികളിൽ ദേവി ഭക്തജനങ്ങളെ കാണാനായി പുറത്തെഴുന്നള്ളത്തുന്നൊരു പാരമ്പര്യമായ ചടങ്ങ് നടക്കുന്നുണ്ട്. അത് പണ്ടുകാലത്ത് ഈ മാരകരോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ദിക്കുബലി എന്നൊരു ചടങ്ങിന് ദേവി പുറത്തെഴുന്നള്ളുമായിരുന്നു. അതിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഉത്സവകാലങ്ങളിൽ പുറത്തെഴുന്നള്ളത്തായി ആചരിച്ചു വരുന്നത്. അവസാന ദിവസം ദേവിയെ കരിക്കൻ ദേശത്ത് കൊണ്ടുവന്ന് കുടിയിരുത്തിയ അതിൻ്റെ സ്മരണാർത്ഥം കരിക്കൻ ദേശത്ത് ദേവി വന്നതിനെ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി അവസാന ദിവസം 7ാം ഉത്സവ ദിവസം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാലയോടുകൂടി വിപുലമായി ആഘോഷിക്കുന്നതാണ്. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ദേവിയുടെ ഉടവാൾ ഗുരുസിക്കളത്തിൽ എഴുന്നള്ളിച്ച് താന്ത്രിക വിധിപ്രകാരമുള്ള ഗുരുസിയോടുകൂടി ഉത്സവം പര്യവസാനിക്കുന്നതാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.